25-ാമത്തെ അധ്യായത്തിൽ തുളസിയില എങ്ങനെ പൂജിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നാരദൻ ചോദിക്കുന്നു, ഋഷിയെ, തുളസി ആദ്യം പൂജിച്ചതാരാണ്? ഹരിയുടെ പ്രാണപ്രേയസിയായ തുളസി എല്ലാവരാലും പൂജനീയയായത് എങ്ങനെയാണ്? ആ ദേവിയുടെ സ്തോത്രവും പൂജാവിധിയും പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീനാരായണൻ പറയണു, ഭഗവാനും രമയും കൂടിയാണ് ആദ്യം തുളസിയെ പൂജിച്ചത്. ഹരി തുളസിയെ ലക്ഷ്മിക്ക് സദൃശയായി തന്നെ ബഹുമാനിച്ചു. ഗംഗയും രമയും തുളസിയുടെ ആഗമനത്തെ സ്വാഗതം ചെയ്തു. എന്നാൽ സരസ്വതി ദേവിക്ക് അതൊന്നും സഹിക്കാൻ സാധിച്ചില്ല. വിഷ്ണു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ തമ്മിൽ വഴക്ക് കൂടി. അതിൽ അപമാനിതയെ തുളസി അവിടെ നിന്ന് അപ്രത്യക്ഷയായി. ഭഗവാന് പോലും അവൾ എവിടെയാണെന്ന് അറിയാമായിരുന്നില്ല. ഇത് നല്ല ശാന്ത സ്വഭാവമാണെന്ന് സരസ്വതി എന്തേപ്പ ഇങ്ങനെ? തുളസിയെ കാണാഞ്ഞപ്പോൾ ഭഗവാൻ വാണിയോട് അനുജ്ഞയും വാങ്ങി തുളസി വനത്തിലേക്ക് പോയി. അവിടെ എത്തി സ്നാനവും ധ്യാനവും ചെയ്ത് തുളസിയെ പ്രാർത്ഥിച്ചു. തുളസിയുടെ ദശാക്ഷര മന്ത്രം ജപിച്ചാണ് ധ്യാനം ചെയ്തത്. ഇതാണ് ആ മന്ത്രം: ശ്രീം ഹ്രീം മൈം ക്ലൈം വൃന്ദാവന്യേ സ്വാഹ. ഈ മന്ത്രം കൊണ്ട് തുളസിയെ പൂജിക്കുന്നവർക്ക് സർവസിദ്ധികളും ലഭിക്കും. സിന്ദൂരം, ചന്ദനം, ധൂപം, ദീപം തുടങ്ങിയ ഷോഡശോപചാരങ്ങളോടുകൂടി പൂജിച്ച് തുളസി സ്തോത്രം കൊണ്ട് സ്തുതിക്കുകയും ചെയ്തപ്പോൾ തുളസി പ്രസാദിച്ച് വൃക്ഷത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച് വണങ്ങി നിന്നു. വിഷ്ണു അപ്പോൾ അവൾക്ക് സർവ്വപൂജയായി തീരുമെന്ന് വരവും കൊടുത്തു. നിന്നെ ഞാൻ എന്നും എന്റെ ശിരസിൽ ധരിക്കും കേട്ടോ, പേടിക്കണ്ട. സുരന്മാരൻ നിന്നെ ഭക്തിയോടെ ശിരസിൽ ധരിക്കുമെന്ന് പറഞ്ഞു. തുളസി ധ്യാനവും സ്തോത്രങ്ങളും പൂജാവിധികളും പറഞ്ഞു തന്നാലും എന്നായി ശ്രീനാരായണ മഹർഷി. അപ്പം ശ്രീനാരായണ മഹർഷി പറയുന്നു, തുളസിയുടെ അന്തർധാനത്തിന് ശേഷം ഭഗവാൻ വിരഹാതുരനായ വൃന്ദാവനത്തിലെത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു: വൃക്ഷങ്ങൾ വൃന്ദരൂപത്തിൽ നിൽക്കുമ്പോൾ വൃന്ദ എന്ന് വിദ്വാൻമാർ വിളിക്കുന്ന വൃന്ദയെ ഞാൻ ധ്യാനിക്കുന്നു. വൃന്ദാവനത്തിൽ വസിക്കുന്നതിനാൽ വൃന്ദാവനി എന്ന് വിളിക്കുന്ന ദേവിയെ ഞാൻ ഭജിക്കുന്നു. വിഷയങ്ങളെല്ലാം പൂജിക്കുന്നതിനാൽ വിഷപൂജിത എന്ന് വിളിക്കുന്ന തുളസിയെ ഞാൻ ധ്യാനിക്കുന്നു. വിശ്വത്തെ പരിശുദ്ധമാക്കുന്നതിനാൽ വിശ്വഭാവനി എന്ന് വിളിക്കുന്ന ദേവിയെ തൊടാം. എത്ര പുഷ്പങ്ങൾ ഉണ്ടായാലും തുളസി ഇല്ലെങ്കിൽ ദേവന്മാർ തൃപ്തരാകുന്നില്ലല്ലോ. ആ പുഷ്പസാരയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് പുഷ്പം കയ്യിൽ കെട്ടിയാൽ ഭക്തർക്ക് ആനന്ദം ലഭിക്കുമോ ആ നന്ദിനി എന്നു പേരുള്ള തുളസിയെ തൊഴാം. കൃഷ്ണ പ്രാണേശ്വരിയായ കൃഷ്ണ ജീവനിയായ ദേവി എന്നെ തുണക്കണം. ലക്ഷ്മീകാന്തൻ ഇപ്രകാരം സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ പാദകമലങ്ങൾ തുളസീദേവി വണങ്ങി നിൽക്കുന്നതായി ഭഗവാൻ കണ്ടു. അപമാനത്താൽ തേങ്ങിക്കരയുന്ന ദേവിയെ ഭഗവാൻ മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ചു. എന്നിട്ട് വാണി ദേവിയോട് സമ്മതവും വാങ്ങി തുളസിയെയും കൂട്ടി വൈകുണ്ഠത്തിലെത്തി. തുളസിയെയും വാണി ദേവിയെയും കലഹങ്ങളെല്ലാം തീർത്ത് ഭഗവാൻ രഞ്ജിപ്പിച്ചു. ഭഗവാൻ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ? നിന്നെ സർവരും മൗലിയിൽ ധരിച്ച് ബഹുമാനിക്കുമെന്ന് തുളസിക്ക് വരവും കൊടുത്തു ഭഗവാൻ. ഭഗവാന്റെ വാക്കിനെ മാനിച്ച് വാണി ദേവിയും തുളസി അടുത്തെത്തി സമാധാനിപ്പിച്ചു. ലക്ഷ്മിയും ഗംഗയും തുളസിയെ കൈക്ക് പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി. വൃന്ദാവനി, വിഷപൂജിത, വിശ്വപാവനി, നന്ദിനി, പുഷ്പസാര, തുളസി, കൃഷ്ണജീവനി, ഈ 8 നാമങ്ങൾ ആരാണോ ഭക്തിപൂർവ്വം ജപിക്കുന്നത് അവൻ അശ്വമേധയാഗം ചെയ്ത ഫലം കിട്ടും. വൃശ്ചിക മാസത്തിലെ പൗർണമിയിൽ തുളസി ജന്മോത്സവം വൃന്ദാവനത്തിൽ വെച്ച് ഭഗവാൻ ആഘോഷിച്ചു. ആ ദിവസം വിശ്വവന്തിയെ, അവളെ ഭക്തിയോടെ പൂജിക്കുന്നവൻ വൃശ്ചിക മാസത്തിലെ പൗർണമി സർവ പാപങ്ങളും നശിച്ച് വിഷ്ണുപാദം പ്രാപിക്കും. വൃശ്ചിക മാസത്തിൽ തുളസിപ്പൂ വിഷ്ണുഭക്തന് നൽകിയാൽ 1000 ഗോദാനം ചെയ്ത പുണ്യം കിട്ടും. സർവഫലദായകമാണ് തുളസി സ്തോത്രം. ഇനി പൂജാവിധികൾ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം നാരദ മഹർഷി. വേദത്തിൽ പറയുന്ന പൂജ ഇതാണ്. തുളസിയെ ആവാഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപചാരപൂർവ്വം ധ്യാനിച്ചാൽ മതി. പൂക്കളിൽ ശ്രേഷ്ഠയാണ് തുളസി. ധ്യാനത്തിന് സർവ്വ പാപങ്ങളെയും ഹരിക്കാനുള്ള കഴിവുണ്ട്. തുളസിക്ക് സമമായ മറ്റൊരു പുഷ്പം ഇല്ല തന്നെ. ആരും ശിരസിൽ അണിയാൻ ആഗ്രഹിക്കുന്ന വിശ്വപാവനിയും ഭക്തിയെയും മുക്തിയെയും പ്രദാനം ചെയ്യുന്ന ജീവൻ മുക്തയുമായ തുളസിയെ ഞാൻ നമിക്കുന്നു. വിദ്വജനങ്ങൾ എപ്രകാരമാണ് ധ്യാനിക്കുന്നത് അങ്ങനെ ധ്യാനിച്ചിട്ട് നാമം തുളസിയെ പൂജിച്ച് സ്തുതിക്കണം എന്ന് പറഞ്ഞു വെച്ചു. ആ ഭാഗം അവിടെ സമർപ്പിച്ചു ഭഗവത്പാദങ്ങളിൽ. ഇനിയിപ്പം 26-ാമത്തെ അധ്യായത്തിൽ സാവിത്രി ചരിതാണ് വർണ്ണിക്കുന്നത്. അങ്ങ് പറഞ്ഞു തന്ന തുളസി ഉപാഖ്യാനം അമൃതിന് സമാനം തന്നെ. ഇനി സാവിത്രി ചരിതവും കൂടി പറഞ്ഞു തരണം. ഒന്ന് കേൾക്കുമ്പോൾ വേറൊന്ന് കേൾക്കണം. ഏറെ പ്രസിദ്ധിയുള്ള ദേവമാതാവായ സാവിത്രി ഉത്ഭവിച്ചത് എപ്രകാരമാണ്? ആ ദേവി ആരാണ് ആദ്യം പൂജിച്ചത്? അതിനുശേഷം ആരെല്ലാമാണ് പൂജിച്ചത്?
വേദമാതാവായ സാവിത്രി ആദ്യം പൂജിച്ചത് ബ്രഹ്മാവാണ്. പിന്നീട് ദേവന്മാരും വേദജ്ഞരും ഭാരതത്തിലെ അശ്വപതി എന്ന രാജാവും പിന്നീട് എല്ലാവരും വേദമാതാവിനെ പൂജിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നാരദര് വീണ്ടും ചോദിക്കാൻ തുടങ്ങി, അശ്വപതി എന്ന ഭൂപൻ ആരാണ്? അദ്ദേഹം എന്തിനു വേണ്ടിയാണ് സാവിത്രി ദേവിയെ പൂജിച്ചത്? നാരായണൻ പറയുന്നു, പണ്ട് അശ്വപതി എന്ന പേരുള്ള രാജാവ് മദ്രദേശത്തിൽ ഉണ്ടായിരുന്നു. മദ്രദേശം ഭരിച്ചിരുന്നു അദ്ദേഹം. ആ രാജാവ് അദ്ദേഹത്തിന്റെ പത്നി മാലതി ലക്ഷ്മി ദേവിയെ പോലെ ശ്രീയുള്ളവളായിരുന്നു. എന്നാൽ ആ രാജ്ഞിക്ക് പുത്രഭാഗ്യം ഉണ്ടായില്ല. ദുഃഖിതയായി ആ ദേവി വസിഷ്ഠമുനിയുടെ ഉപദേശപ്രകാരം സാവിത്രി ദേവിയെ ഭക്തിപൂർവ്വം പൂജിച്ചു. എന്നാൽ എത്ര പൂജിച്ചിട്ടും ദേവി പ്രത്യക്ഷപ്പെട്ടതുമില്ല, വരം ലഭിച്ചതുമില്ല. അങ്ങനെ ഈ മാലിനി ദുഃഖിതയായിരിക്കുന്നത് കണ്ട് അശ്വപതി തപസ്സിനായി പുഷ്കരത്തിലേക്ക് പോയി. പുഷ്കരം 1 നൂറ്റാണ്ട് അശ്വപതി രാജാവ് ജിതേന്ദ്രനായി പുഷ്കരത്തിൽ തപസ് ചെയ്തെങ്കിലും ദേവി ദർശിക്കാൻ കഴിഞ്ഞില്ല. എന്താണോ ആ ദേവിക്ക് ഇവരോട് ഇത്ര വിരോധം? എന്നാൽ ഒരു അശരീരി കേൾക്കുകയും ചെയ്തു, നീ 10 ലക്ഷം ഒരു ഗായത്രി ജപിക്കുക രാജാവേ എന്ന്. ഈ സമയത്ത് പരാശര മഹർഷി അവിടെ എത്തിച്ചേർന്നു. രാജാവ് ഉടനെ തന്നെ ആ പാദങ്ങളിൽ നമസ്കരിച്ചു കരഞ്ഞു രാജാവ്. അപ്പോ പരാശര മഹർഷി പറഞ്ഞു, ഗായത്രി ഒരാവർത്തി ജപിച്ചാൽ പകൽ സമയത്തെ പാപങ്ങൾ നശിക്കും. 10 പ്രാവശ്യം ജപിച്ചാൽ മുഴുവൻ ദിവസത്തെ പാപവും പോകും. 100 പ്രാവശ്യം ഉരുക്കഴിച്ചാൽ 1 മാസത്തെ പാപവും, 1000 പ്രാവശ്യം ഉരുക്കഴിച്ചാൽ 1 കൊല്ലം ചെയ്ത പാപവും തീരും. 1 ലക്ഷം ഒരു ജപിച്ചാലോ ഈ ജന്മം ചെയ്ത പാപവും, 10 ലക്ഷം ഒരു ജപിച്ചാൽ അന്യജന്മത്തുള്ള പാപവും, 10 കോടി ഒരു ജപിച്ചാൽ വിപ്രർക്ക് മുക്തിയും ലഭിക്കും. വിരലുകൾ തമ്മിൽ വിടവുണ്ടാക്കാത്ത വിധം വലത് കൈ പാമ്പിൻ പത്തി പോലെ വെച്ച് നെഞ്ചിൽ ചേർത്ത് പിടിച്ച് വിരലുകളുടെ അഗ്രം കുനിച്ച് അനങ്ങാതെ കിഴക്കോട്ട് നോക്കിയിരുന്ന് ബ്രാഹ്മണർ ഗായത്രി ജപിക്കണം. മോതിര വിരലിന്റെ താഴോട്ട് വലം വെക്കുന്ന ക്രമത്തിൽ ജപിക്കണം. ശുദ്ധ സ്ഫടികമാലയോ താമരക്കുരുമാലയോ എടുത്ത് തീർത്ഥസ്നാനങ്ങളിലോ ദേവാലയങ്ങളിലോ വെച്ച് ജപിക്കണം. ജപമാല അരയാലിന്റെ ഇലയിലോ താമര ഇലയിലോ വെക്കാം. ഗോരോചനത്തിന്റെ നേരിലോ ഗംഗാജലത്തിലോ മാലയെ മുക്കി ശുദ്ധമാക്കിയിട്ട് 100 ഒരു ഗായത്രി ശുദ്ധ മനസ്സോടുകൂടി ജപിക്കണം രാജർഷേ. പിന്നീട് മാലയെ പഞ്ചഗവ്യത്തിലോ ഗംഗാജലത്തിലോ മുക്കി ശുദ്ധമാക്കണം. ഈ ക്രമത്തിൽ 3 ലക്ഷം ഒരു ജപിക്കുകയാണെങ്കിൽ എല്ലാ പാപങ്ങളും നശിച്ച് സാവിത്രി ദേവിയെ ദർശിക്കാൻ സാധിക്കും. സന്ധ്യാവന്ദനം ചെയ്യാത്തവൻ ഒരു കർമ്മശത്തിനും അധികാരിയല്ല. സന്ധ്യാവന്ദനം മുടങ്ങാതെ 3 നേരവും ചെയ്യണം. അത് ചെയ്യാത്തവൻ ചെയ്യുന്ന കർമ്മത്തിനും ഫലമുണ്ടാകയില്ല. സന്ധ്യാവന്ദനം ചെയ്യുന്നവൻ ബ്രഹ്മ തേജസ്സോടുകൂടി സൂര്യനെ പോലെ തേജസ്വിയാകും. അവന്റെ സ്പർശം കൊണ്ട് തീർത്ഥങ്ങളും ഏറെ പുണ്യം നേടും. ത്രിസന്ധ്യാവന്ദനം വർജിക്കുന്ന വിപ്രൻ അർപ്പിക്കുന്ന പിണ്ടത്തെ പിതൃക്കൾ സ്വീകരിക്കുകയില്ല കേട്ടോ, അത് മനസ്സിലാക്കണം. മൂലപ്രകൃതിയെ ഭജിക്കാത്തവൻ പെരുമ്പാവിന് തുല്യനാണ്. വിഷ്ണുമന്ത്രം ജപിക്കാത്തവനും ഏകാദശി നോൽക്കാത്തവനും സർപ്പങ്ങൾക്ക് തുല്യനാണ്. ഭഗവാന് നിവേദിക്കാതെ അശനം ചെയ്യുന്നവനും അതുപോലെ തന്നെ ശൂദ്രനോട് പ്രതിഫലം വാങ്ങി യാഗം ചെയ്യുന്നവനും മഷി നോക്കുന്നവനും വാളുകൊണ്ട് ജീവിക്കുന്നവനും പാമ്പിന് തുല്യം തന്നെയാണ്. സാവിത്രി ധ്യാനക്രമങ്ങളും പിന്നീടും പറയണം. കന്യകയെ വിൽക്കുന്നവനും പലിശക്ക് പണം കൊടുക്കുന്നവനും ദാസിയെ പ്രാപിക്കുന്നവനും പെരുമ്പാവിന് തുല്യം തന്നെ. കാലത്ത് എഴുന്നേൽക്കാത്തവനും വിദ്യ വിറ്റ് ജീവിക്കുന്നവനും മത്സ്യം കഴിക്കുന്ന ബ്രാഹ്മണനും ശിവാർച്ചന ചെയ്യാത്തവനും പെരുമ്പാമ്പിന് സമനാണ്. ഈ ചൂഷൻ നിലമറ്റ് ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ വിദ്യ വിറ്റിട്ട് പൈസ മണിക്കലാണ്. സാവിത്രി ധ്യാനക്രമങ്ങളും പൂജാവിധികളും അശ്വപതി രാജാവിന് ഉപദേശിച്ചു കൊടുത്ത് പരാശര മഹർഷി യാത്രയായി. നാരദൻ പറയുന്നു, പരാശരമുനി പറഞ്ഞു കൊടുത്ത സാവിത്രി ധ്യാനവും പൂജാവിധിയും കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതും കൂടി പറഞ്ഞു തരണം. ഏത് മന്ത്രവും ധ്യാനവും ഉപദേശിച്ചിട്ടാണ് പരാശര മഹർഷി യാത്രയായത് എന്നറിയണം. വേദമാതാവായ ദേവിയെ അശ്വപതി രാജാവ് എപ്രകാരമാണ് പൂജിച്ച് പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങിയത് എന്നറിയണം. വളരെ ഗോപ്യമായതും മഹത്വമുള്ളതും വേദത്തിൽ പറഞ്ഞിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളും അറിയാൻ ആഗ്രഹമുണ്ട് മഹർഷി, പറഞ്ഞു തന്നാലും ശ്രീനാരദ മഹർഷി പറയുന്നു. അപ്പോ ശ്രീനാരായണ മഹർഷി പറയുന്നു, ജ്യേഷ്ഠമാസത്തിലെ കറുത്തപക്ഷത്തിലെ ത്രയോദശിയിലും വെളുത്തപക്ഷത്തിലെ ചതുർദശിയിലും വ്രതമെടുക്കണം. 14 കൊല്ലം ഈ വിധത്തിൽ വ്രതമെടുത്ത് 14 നിവേദ്യങ്ങളും സമർപ്പിച്ച്
ഫല ധൂപാദികൾ കൊണ്ട് ഈ വ്രതം ആചരിക്കണം. വസ്ത്രം, യജ്ഞോപവിധം, ഭോജനം, ഫലങ്ങളും തളിരുകളും വെച്ച മംഗള കലശം വിധിപൂർവം ഒരുക്കി വെക്കണം. പിന്നീട് ഗണേശൻ, സൂര്യൻ, അഗ്നി, ശിവൻ, ദേവി എന്നിവരെയും പൂജിച്ച് പിന്നീട് സാവിത്രി ദേവിയെ ഘടത്തിൽ ആവാഹിച്ച് പൂജിക്കണം. ഇനി മാധ്യന്തിന മതപ്രകാരമുള്ള ധ്യാനവും സ്തോത്രങ്ങളും പൂജാവിധികളും കേട്ടാലും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്ന മന്ത്രത്തെയും ഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു. ആ ദേവി 1000 സൂര്യതേജസ്സിന്റെ പ്രഭയുള്ളവളാണ്. തങ്കവർണ്ണത്തോടു കൂടി രത്നാഭരണങ്ങൾ ചാർത്തി മന്ദഹാസവും കൊണ്ട് നിൽക്കുന്ന ആ ദേവി ഭക്താനുഗ്രഹ കാതരയാണ്. വേദങ്ങൾക്കൊക്കെ ആധാരഭൂതയായവളാണ്. ജഗത് വിധാതാവിന്റെ പത്നിയും ശാന്തസ്വരൂപിണിയുമാണ്. വേദത്തിന്റെ അധിഷ്ഠാന ദേവതയും വേദശാസ്ത്ര സ്വരൂപിണിയും വേദ ബീജസ്വരൂപയുമായ വേദമാതാവിന് ഞാൻ പ്രണമിക്കുന്നു. പ്രകാരമുള്ള ദേവിയെ മനസ്സാ ധ്യാനിച്ച് തൊഴുത് ഘടത്തിലേക്ക് ആവാഹിക്കണം. വേദത്തിൽ പറഞ്ഞ പോലെ ഷോഡശോപചാരം ചെയ്ത് മന്ത്രപുരസ്സരം പൂജിച്ച് ദേവിയെ നമസ്കരിക്കണം. ആസനം, പാദ്യം, അർഘ്യം, സ്നാനീയം, അനുലേപനം, ധൂപം, ദീപം, നൈവേദ്യം, താമ്പൂലം, ശീതളജലം, വസ്ത്രം, ആഭരണം, മാല്യം, ഗന്ധം, ആചമനീയകം എന്ന് വേണ്ട മനോജ്ഞമായ തൽപ്പം എന്നിവയാണ് ഷോഡശോപചാരങ്ങൾ എന്ന് പറയുന്നത്. ചന്ദനത്തിന്റെ തടി കൊണ്ടോ സ്വർണം കൊണ്ടോ ഉണ്ടാക്കിയ ആസനം സമർപ്പിക്കണം. തീർത്ഥജലം സമർപ്പിക്കണം. കറുകനാമ്പ് ചേർത്ത അർഘ്യം പരിശുദ്ധമാണ്. ചന്ദനം കലർത്തിയ സുഗന്ധജലവും അതുപോലെ തന്നെ സുഗന്ധതൈലവും സ്നാനത്തിനായി സമർപ്പിക്കണം. ധൂപം, ദീപം, നൈവേദ്യം, താമ്പൂലം, ശീതളജലം ഇവയെല്ലാം യഥാക്രമം സമർപ്പിക്കണം. അവിടുത്തെ ശരീരത്തിന് ശോഭയുണ്ടാക്കുന്ന പട്ടുവസ്ത്രം സമർപ്പിക്കണം. അതിനുശേഷം ആഭരണം സമർപ്പിക്കണം. ലലാടശോഭയെ വർദ്ധിപ്പിക്കുന്ന സിന്ദൂരം സമർപ്പിക്കണം. പിന്നീട് പലവിധ പുഷ്പങ്ങളെ കൊണ്ടുണ്ടാക്കിയ പാദങ്ങളോളം നീണ്ടു കിടക്കുന്ന പൂമാല സമർപ്പിക്കണം. വിശേഷപ്പെട്ട നൂല് കൊണ്ടുണ്ടാക്കിയ യജ്ഞസൂത്രം സമർപ്പിക്കണം. മൂലമന്ത്രത്തോടുകൂടി ഈ ദ്രവ്യങ്ങൾ ദേവിക്ക് സമർപ്പിച്ച് നിർമ്മല മനസ്കനായി സ്തോത്രം ജപിക്കണം. അതിനുശേഷം വിപ്രന് ദക്ഷിണയും നൽകണം. ഇതാണ് മൂലമന്ത്രം. ശ്രീം ഹ്രീം ഐം സാവിത്രി സ്വാഹ. ഇത് അഷ്ടാക്ഷരി മന്ത്രമാണ് കേട്ടോ. എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്ന ആദ്യന്തിനോക്തമായ സ്തോത്രം പറഞ്ഞു തരാം. പണ്ട് ഗോലോകത്ത് വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മാവിന് സാവിത്രി ദേവിയെ കൊടുത്തു. എന്നാൽ ആ ദേവി ഗോലോകം വിട്ടു പോയതേയില്ല. അപ്പോൾ ബ്രഹ്മാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭക്തിപൂർവം വേദമാതാവിനെ സ്തുതിച്ചു. അപ്പോൾ ദേവി സന്തുഷ്ടയായി ബ്രഹ്മാവിനെ വരിച്ചു. ബ്രാഹ്മണരുടെ ജീവനരൂപമായ സ്തോത്രം ഇതാണ്. സച്ചിദാനന്ദ സ്വരൂപേ, മൂലപ്രകൃതി രൂപിണി, തേജസ്വരൂപേ, പരമാനന്ദ രൂപിണി, പ്രസാദിച്ചാലും നിത്യേ നിത്യപ്രിയേ, നിത്യാനന്ദ സ്വരൂപിണി, വിപ്രന്മാരുടെ പാപത്തെ നശിപ്പിക്കുന്ന പരസ്പരേ ദേവി, കനിഞ്ഞാലും ബ്രഹ്മതേജപ്രഭേ ദേവി, ത്രികരണങ്ങളെ കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ അവിടുത്തെ സ്മരണ കൊണ്ട് ചാമ്പലാകും. ഇപ്രകാരം ബ്രഹ്മദേവൻ സാവിത്രി ദേവിയെ സ്തുതിച്ചു നിൽക്കുമ്പോൾ ദേവി ബ്രഹ്മലോകത്തേക്ക് പോകാൻ തയ്യാറായി നിന്നു. ഈ വിശേഷപ്പെട്ട സ്തുതി കൊണ്ടാണ് മദ്രദേശത്തിലെ രാജാവ് അശ്വപതി പരാശര മഹർഷിയുടെ ഉപദേശപ്രകാരം സാവിത്രി ദേവിയെ സ്തുതിച്ചത്. ആ സ്തുതിയിൽ പ്രസന്നയായി ദേവി രാജാവിന് ദർശനം കൊടുക്കുകയും ചെയ്തു. ദേവി രാജാവിനെ വരദാനം ചെയ്യുകയും ചെയ്തു. ഈ സ്തവം സന്ധ്യാസമയത്തിന് വന്ദനത്തിന് ശേഷം ജപിക്കുന്നവന് 4 വേദം പാരായണം ചെയ്യുന്നതിന്റെ ഫലം കിട്ടും. അങ്ങനെ നമ്മൾ ഈ സാവിത്രി ധ്യാന പൂജകൾ എന്ന ഭാഗം ഭഗവത്പാദങ്ങളെ സമർപ്പിച്ചു. നാളെ നമുക്ക് സാവിത്രിയുടെ ജനനാണ് നോക്കേണ്ടത്. അത് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഭഗവാനും ഭഗവതിയും ഇതിനിടവരുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.